എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ഉയർന്ന BP ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നിങ്ങൾ ഉപ്പ് കഴിക്കുന്നത് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും സമ്മതിച്ചു തരാറില്ല. അവരെല്ലാവരും പറയാറ്, ഡോക്ടറെ ഞാൻ നല്ല രീതിയിൽ ഉപ്പ് കുറയ്ക്കുന്നുണ്ട്, ഉപ്പ് തീരെ ഭക്ഷണം പാകം ചെയ്യാൻ എടുക്കാറില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല അവരെത്ര കൂടുതൽ ഉപ്പ് കഴിക്കുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഉപ്പിൻ്റെ അളവ് എത്രയാണ്, അതിൻ്റെ കൂടുതലായി എത്ര ഉപ്പാണ് എല്ലാ ദിവസവും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉപ്പ് കുറച്ചാൽ BP എങ്ങനെ കുറയും, ഉപ്പ് കുറയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് അത് ഓരോ തരത്തിലുള്ള ഭക്ഷണത്തിലും വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം അറിയാൻ ഇന്നത്തെ വീഡിയോ തീരുന്നത് വരെ കാണുക. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. അത് ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് മാത്രമല്ല, നിങ്ങളുടെ BP ഇപ്പം നോർമൽ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ BP കുറച്ചൊന്ന് കുറയ്ക്കാൻ ഉപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് അത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഇനി നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് വല്ലാണ്ട് കുറഞ്ഞു പോകുമെന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാം. ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഒരു കമ്പണൻ്റാണ് സോഡിയം. ലോ സോഡിയം, അതായത് സോഡിയം കുറവുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചില തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിനോട് നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അത് വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ BPൻ്റെ മരുന്ന് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് വേണമെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഉപ്പ് നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ കൂട്ടുന്നതെന്നുള്ള കാര്യം പറയാം. നമ്മളുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ രക്തത്തിലുള്ള പ്ലാസ്മ അതിൻ്റെ വോളിയം കൂടും. പ്ലാസ്മയുടെ വോളിയം കൂടുന്നതിനനുസരിച്ച് തന്നെ ബ്ലഡ് വോളിയം കൂടും, അതിനനുസരിച്ച് ബ്ലഡ് പ്രഷറും കൂടും. ഉപ്പ് കാരണം വാസോ കൺസ്ട്രിക്ഷൻ, അതായത് ചില രക്തക്കുഴലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മാത്രമല്ല ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഉപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഉപ്പിൻ്റെ അളവിനെ കുറിച്ചാണ്. ഇതാണ് അധികം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഉപ്പിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ഞാൻ പറഞ്ഞു സോഡിയമാണ്. ഒരു ദിവസം ഒരാൾ കഴിക്കേണ്ട സോഡിയത്തിൻ്റെ അളവ് പലതരത്തിലുള്ള ഓർഗനൈസേഷനും പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ദിവസം ഒരു അഡൽട്ട്, ഒരു മുതിർന്ന ആൾ കഴിക്കേണ്ടത് 2000 മില്ലിഗ്രാമാണ്. 2000 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 2 ഗ്രാം സോഡിയമാണ്. ആ ലെവലിൻ്റെ താഴെ ആയിരിക്കണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. നേരെ മറിച്ച് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. അവർ പറയുന്നത് ഒരു ദിവസം 1500 മില്ലിഗ്രാം, അതായത് 1.5 ഗ്രാം സോഡിയത്തിലും കുറവായിരിക്കണം എന്നാണ് ഒരു ദിവസം കഴിക്കുന്ന സോഡിയത്തിൻ്റെ അളവ് പറയുന്നത്. ഇത് നമുക്ക് ആവറേജ് പല ഓർഗനൈസേഷനിൽ നോക്കുമ്പോൾ 2.3 ഗ്രാം ആയിട്ട് പറയാം, അതായത് 2300 മില്ലിഗ്രാം. ഇനി ശരാശരി ഒരു ഇന്ത്യക്കാരൻ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 8 ഗ്രാം മുതൽ 11 ഗ്രാം വരെയൊക്കെയാണ്. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളീസിനും ഉപ്പ് വളരെ ഇഷ്ടമാണ്. ഉപ്പ് കൂടുന്നതിനനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടും, കൂടുതൽ ഭക്ഷണം കഴിക്കാനും പറ്റും. ഇനി നമ്മളെല്ലാവരും പുറത്ത് കടയിൽ നിന്ന് ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്പൂണിലെടുത്തു, ഒരു സ്പൂണ് നിറച്ചെടുത്തു കഴിഞ്ഞാൽ 5 ഗ്രാം എന്നാണെങ്കിൽ പറയാം. ഇതേപോലെ ഒരു സ്പൂണ് നിറച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ 2200-2300 മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും കറി പാകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഫുള്ള് ടീസ്പൂൺ എടുക്കുന്നത് കുറവായിരിക്കും. നമ്മൾ അധികം എടുക്കാറ് ഇതിൻ്റെ 4/1 ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ 2000-ൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ ഏകദേശം 590 മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ടാകും. ഇത് പൊടിയുപ്പിൻ്റെ കാര്യത്തിലും കല്ലുപ്പ് റോക്ക് സോൾട്ടിൻ്റെ കാര്യത്തിലും ഏകദേശം സെയിം തന്നെയാണ്. ഞാൻ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡിൻ്റെ ഉപ്പിൻ്റെ പാക്കറ്റിൻ്റെ പുറമേയുള്ള ലേബിൾ നോക്കി അതിന് പുറത്ത് എഴുതിയിട്ടുള്ള ലേബിൾ പ്രകാരം ഓരോ 100 ഗ്രാമിലും 26 ഗ്രാം മുതൽ 38-40 ഗ്രാം വരെ സോഡിയം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് വാങ്ങിക്കുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറവുള്ള ഉപ്പിൻ്റെ ബ്രാൻഡ് വാങ്ങിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഉദാഹരണമാണ് ടാറ്റേൻ്റെ സൂപ്പർ ലൈറ്റ്. അതിൽ 100 ഗ്രാമിൽ വെറും 26 ഗ്രാം സോഡിയമേ വരുന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഉപ്പ് ഏതാണെന്ന് നോക്കാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കിച്ചണിൽ പോവുക. നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിരിക്കുന്ന ഉപ്പിൻ്റെ പാക്കറ്റിൽ ബാക്ക് സൈഡിൽ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ സോഡിയം എത്ര ഗ്രാമാണ് ഓരോ 100 ഗ്രാം ഉപ്പിലും അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു കണക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ അധികം ആൾക്കാരും മനസ്സിലാക്കാത്തത് നമ്മൾ കഴിക്കുന്ന കൂടുതലും ഉപ്പ് നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിനേക്കാളും കൂടുതലായിട്ട് പുറമേ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ഏകദേശം 75% നമ്മൾ കഴിക്കുന്ന ഉപ്പും പുറത്തു നിന്നും നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിലുള്ള ഫുഡും റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് അത്തരത്തിലുള്ള ഭക്ഷണത്തിലാണ് നമുക്ക് ഉപ്പ് ശരീരത്തിലേക്ക് എത്തുന്നത്.
ബാക്കി 25% മാത്രമേ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉപ്പ് ഇടുന്നുള്ളൂ, ഉപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുറച്ച് കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പേര് പറയാം. ഇത്തരത്തിലുള്ള പാക്കറ്റ്സിൽ വരുന്ന ബ്രാൻഡഡ് ഐറ്റംസ്, ഇപ്പോൾ ലേസ്, ചിപ്സ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ പുറത്ത് എഴുതിയിരിക്കുന്ന ലേബിളിൽ കൊടുത്തിട്ടുണ്ടാകും ഇത്ര മില്ലിഗ്രാമാണ് സോഡിയം അടങ്ങിയിട്ടുള്ളതെന്നുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുക. ലേസിൻ്റെ കാര്യം തന്നെ പറയാം. കുട്ടികൾക്ക് പോലും വളരെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ലേസ് എന്ന് പറയുന്നത്. 100 ഗ്രാം ലേസിൽ അടങ്ങിയിരിക്കുന്നത് 685 മില്ലിഗ്രാം സോഡിയമാണ്. ബ്രെഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും ബ്രെഡാണ് കഴിക്കാറ്. 2 സ്ലൈസ് ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ 180 മില്ലിഗ്രാം സോഡിയമാണ് കിട്ടുന്നത്. അത് ബണ്ണിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. ഇനി ഈ പറയുന്ന അളവിലൊന്നും ആയിരിക്കില്ല അധികം ആൾക്കാരും ഭക്ഷണം കഴിക്കാറ്. ചിലപ്പോൾ 8-10 സ്ലൈസ് ബ്രെഡൊക്കെ കഴിക്കാറുണ്ട്. നൂഡിൽസിൻ്റെ ഒരു ഹാഫ് പാക്കറ്റിൽ 750 മില്ലിഗ്രാം സോഡിയമാണ് അടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് മറ്റ് പാക്കറ്റിൽ വരുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റഡ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്ന് പറയാം. ഇതിൻ്റെ ഉദാഹരണമാണ് കുർക്കുറെ, ബിങ്കോ, പാസ്ത, മാക്രോണി, ബിസ്ക്കറ്റൊക്കെ മുതിർന്നവരും ചെറിയ കുട്ടികളും എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ 4-5 ഒക്കെ വെച്ച് കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ബിസ്ക്കറ്റിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടി കാണുക. അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, സോഡ, ഡയറ്റ് സോഡ, എല്ലാത്തിലും ഉപ്പ് അടങ്ങിയിട്ടുള്ളത് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഉദാഹരണത്തിൽ എല്ലാത്തിലും പാക്കറ്റിൻ്റെ പുറത്തൊരു ലേബിൾ ഉണ്ടാവും. നമുക്ക് വായിച്ചു നോക്കിയാൽ എത്ര സോഡിയം ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസ് അതിന് ലേബിളും ഇല്ല, അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പോലും അറിയില്ല അതിൽ എത്ര ഉപ്പിടുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾ ചില ബേക്കറി ഐറ്റംസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. മിക്സ്ചർ, ലഡു, ജിലേബി, സമൂസ, പഫ്സ്, അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ്. ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന എന്തൊരു സാധനമാവട്ടെ അതിൽ മധുരത്തിൻ്റെ കൂടെ ഒരു ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പോരാത്തതിന് കുറേ കാലം ഷെൽഫ് ലൈഫ് കിട്ടാൻ, കുറേ കാലം അത് പ്രിസർവ് ചെയ്യാനും ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടും ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലെല്ലാം ആഡ് ചെയ്യാറുണ്ട്. ഇനി ബേക്കറിയിൽ നിന്ന് നമുക്ക് ഹോട്ടലിലേക്ക് പോകാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. നമ്മൾ വാങ്ങിക്കുന്ന കറി, പാർസലിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി വാങ്ങിക്കുന്ന കറിയിൽ എല്ലാത്തിലും ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ, അത് ബ്രസ്റ്റ് പീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 1400 മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നതിൻ്റെ പകുതിയിലും കൂടുതൽ ആ ഒരൊറ്റ പീസ് തന്നെ കിട്ടും. ഇനി അധികം ആൾക്കാർ ഒറ്റ പീസ് കൊണ്ട് നിർത്തോ? ഇല്ല, അധികം ആൾക്കാർ 2 പീസ് കഴിക്കും. അപ്പോൾ ഒരൊറ്റ മീലിൽ, ഒറ്റ നേരത്തെ ഭക്ഷണത്തിൽ തന്നെ ഒരു ദിവസം കിട്ടുന്നതിനും കൂടുതൽ സോഡിയം അവർ പോലും അറിയാണ്ട് കഴിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് പിസ്സ, നട്ട്സ്. നമ്മളെല്ലാവരും നിലക്കടല വാങ്ങിച്ച് കഴിക്കുന്നത് അത് ഉപ്പിട്ടിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ സോൾട്ടഡ് കാഷ്യൂ നട്ട്, ഇങ്ങനത്തെ നട്ട്സ് എല്ലാം സോൾട്ടഡ് അല്ലാത്തതും വാങ്ങിക്കാൻ കിട്ടും. അത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് സാൻഡ്വിച്ചും ബർഗറും കട്ട്ലേറ്റും. ഇതൊക്കെ 1-2 കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നിറയും. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിലും കൂടുതൽ സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് വരും. ഇത്തരത്തിലുള്ള എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ തോന്നുന്നത്, ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കൂടുതൽ തോന്നുന്നത് ഇതിൻ്റെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അറേബ്യൻ ഫുഡ്സ്, ഷവർമ, ഷവായി ചിക്കൻ, എല്ലാത്തിലും ഉപ്പിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം 75% ഉപ്പ് വരുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി ബാക്കി 25% നമ്മൾ കഴിക്കുന്ന ഉപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഉപ്പാണ്. അതിൻ്റെ കുറച്ച് കൂടുതൽ ഉപ്പിടുന്ന ഫുഡ് ഐറ്റംസിന് എക്സാമ്പിളും കൂടി പറയാം. പപ്പടം, അച്ചാർ, പിക്കിൾസ്, ഗീ റൈസ്, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചോറിൽ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഏകദേശം ഒരാളെങ്കിലും ഉണ്ടാവും ഇതിൽ ഉപ്പ് കുറവാണെന്ന് പറയുന്ന ആൾക്കാർ. വറവ് അല്ലെങ്കിൽ ഉപ്പേരി, അത് എന്ത് തരത്തിലുള്ള വെജിറ്റബിൾ ഉപ്പേരി ആവട്ടെ അതിലെല്ലാത്തിലും നമ്മൾ ഉപ്പ് ഇടുന്നത് കൂടുതലായിരിക്കും, എന്നാൽ അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഉപ്പിടും. ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ഭക്ഷണം പൊരിച്ചിട്ട് കഴിക്കുന്നത്, അത് ഫിഷ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, മീറ്റ് ആവട്ടെ, പച്ചക്കറിയോ ഉരുളക്കിഴങ്ങോ എന്ത് വേണമെങ്കിലും അത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ മിക്സ്ചർ ഉണ്ടാക്കുമല്ലോ, അതിൽ ഉപ്പ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി എത്ര കൂടുതലാണ് ഉപ്പ് എടുക്കുന്നതെന്നുള്ളത്. ചില ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ എക്സാമ്പിൾ പറയാം. ഉപ്പുമ, അതുപോലെ തന്നെ ഓട്സ്, പാലിലാണെങ്കിലും വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും ഓട്സിൽ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓംലേറ്റും ബുൾസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറച്ച് ഇപ്പോൾ എടുക്കുന്നതിൻ്റെ പകുതി ആക്കി ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്ത് ഭക്ഷണം വീട്ടിൽ നിന്ന് പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം എടുക്കുന്നതിൻ്റെ ഉപ്പിൻ്റെ അളവ് ഒന്ന് പകുതിയാക്കി കുറയ്ക്കാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഉപ്പ് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഉപ്പ് കുറച്ച് കൂടുതലാണ്. അതൊന്ന് പകുതിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ വലിയ ചേഞ്ച് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷറിന് വരുത്താൻ പറ്റും. പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. അത് ഉണക്കമീൻ,
സോൾട്ടഡ് ഫിഷ്, സോൾട്ടഡ് മീറ്റ്, വെജിറ്റബിൾസ് സോൾട്ട് ചെയ്തിട്ടുള്ള വെച്ചത് ഇത് കുറേ കാലം നിൽക്കും. പക്ഷേ എല്ലാ ദിവസവും ഓരോ നേരവും ഇത്തരത്തിലുള്ള ഭക്ഷണം ഉണക്കമീനൊക്കെ കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിൽ ഇഷ്ടം പോലെ റെസിപ്പീസും കുക്കിംഗ് ചാനലൊക്കെ വന്നിട്ടുണ്ട്. കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് ഉപയോഗിക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ സോസിൽ 200 മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്ന് പാകം ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ സമയത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ് അതിൻ്റെ അളവ് ഇപ്പോൾ എടുക്കുന്നതിൻ്റെ പകുതിയാക്കാനൊന്ന് ശ്രമിക്കുക, പ്രത്യേകിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നവർ. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ, കുട്ടികളെ പുറത്ത് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ ബേക്കറിയിലോ പോകുന്ന സമയത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. പാക്കറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ പുറത്ത് സോഡിയത്തിൻ്റെ അളവ് എത്രയാണ് എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അവസാനമായി പറയാനുള്ളത്, BP കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങൾ, സ്ട്രോക്ക് വരാനുള്ള സാധ്യത, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രിമച്ചർ ഡെത്തിൻ്റെയൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഒന്നും വരാതിരിക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും ഭക്ഷണത്തിലുള്ള ഉപ്പ് അതൊന്ന് കുറയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഡോഫോഡി ആപ്പിലുള്ള ഡോക്ടർമാരോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾ ഓൾറെഡി BP മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് അറിയാൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.